പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് CPM മേധാവിത്വത്തിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നത്. അതിലെ അസഹിഷ്ണുതയാണ്, UDF തിരിച്ചു പിടിച്ചതിൻ്റെ അസഹിഷ്ണുതയാണ്. വ്യാപകമായ അക്രമമായിരുന്നു ഇന്നലെ പെരിന്തൽമണ്ണയിൽ. ലീഗ് ഓഫീസ് ആക്രമിക്കുന്ന ഉൾപ്പെടെ. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഇതാണ് ചെയ്യുന്നത് CPM. പാനൂരിൽ മുനിസിപ്പാലിറ്റി കിട്ടിയപ്പോൾ പാനൂരിലെ ആക്രമണം, പയ്യന്നൂരിലെ ആക്രമണം, എവിടെയെങ്കിലും ഇവരുടെ ചില ഗ്രാമങ്ങളുണ്ട് അവിടെ നമ്മൾ നോമിനേഷൻ കൊടുത്താൽ അവരെ ആക്രമണം. എത്ര തരംതാണ രീതിയിലാണ്, ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് CPM കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർക്ക് കയ്യൂക്കുള്ള സ്ഥലത്തെല്ലാം അവർ ഈ വൃത്തിയുടെ അവർ ചെയ്യും. അതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കയ്യൂക്കുള്ള സ്ഥലത്തെല്ലാം ഇപ്പോഴും ആ അധികാരവും പോലീസിനെയും ഗുണ്ടകളെയും ക്രിമിനലുകളെ ഉപയോഗിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ ബോംബ് നിർമ്മാണത്തിൻ്റെ ഇടയിൽ ഒരുത്തൻ്റെ കൈയേറ്റുപോയി. അവിടെ പടക്കം ഉണ്ടാക്കിയാന്ന് പറയാം. ക്രിസ്മസിന് പടക്കം കർമ്മടത്ത് പടക്കം ഉണ്ടാക്കിയപ്പോൾ കൈ പോയാന്ന് പറയുന്നത്. മുഖ്യമന്ത്രി തന്നെ ഇതിന് കൂട്ടുനിൽക്കുകയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ബോംബ് നിർമ്മാണത്തിന് കൂട്ടുനിൽക്കുകയാണ്. ഞാൻ ആരോപണം ഉന്നയിക്കുകയാണ്. സ്വന്തം നിയോജകമണ്ഡലം, സ്വന്തം ഗ്രാമത്തിൽ ബോംബ് നിർമ്മാണത്തിന് മുഖ്യമന്ത്രി, പോലീസിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുകയാണ്. അത് കേരളത്തിലെ CPM ക്രിമിനലുകൾ കൊടുക്കുന്ന സന്ദേശം എന്താ? എല്ലായിടത്തും അടിച്ചോളാനാണ് അല്ലേ? തോറ്റു കഴിഞ്ഞപ്പോൾ പെരിന്തൽമണ്ണ തോറ്റ്, അത്രയേ ഉള്ളൂ. ജനവിധിയാണത്. ആ ജനവിധിക്കെതിരായിട്ടാണ് ആക്രമണം അയച്ചുവിടുന്നത്. ലീഗ് ഓഫീസ് ആക്രമിക്കുക, ആക്രമണം അയച്ചുവിടുക വ്യാപകമായി. ആരെ ഭയപ്പെടുത്താനാണ് നിങ്ങൾ നോക്കുന്നത്? ഞങ്ങളെന്താ പേടിച്ചോടി വീട്ടിൽ പോയിരിക്കുമോ? നിങ്ങളുടെ ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ജനങ്ങൾ ശക്തമായൊരു താക്കീത് തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് മറക്കണ്ട. അല്ലെന്ന് അവർക്ക് അസഹിഷ്ണുതയാണ്. തോറ്റത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ്. ഞാൻ പറഞ്ഞത് ഇത് ഇടതുപക്ഷമൊന്നുമല്ല, ഇത് തീവ്ര വലതുപക്ഷമാണ്. ഒരു ഫാസിസ്റ്റ് സമീപനമാണ്. ഇത് ഫാസിസമാണിത് ഈ കാണിക്കുന്നത്. എതിരാളികളെ ഇല്ലാതാക്കുക, ഭയപ്പെടുത്തുക, മനസ്സിലായില്ലേ? കേസെടുക്കുക. ഭരണീകാരണത്തിന് കേസെടുത്ത് പോയ ഓടിയ വഴിയിൽ പുല്ലുപോലും മുളച്ചിട്ടില്ല. ഇപ്പോൾ ഭാവിയിലെങ്കിലും പുല്ല് മുളക്കില്ല അവിടെ. ആ ഓടിയ വഴിക്ക്, തിരിച്ചോടിയ വഴിക്ക് പാരഡി കാലത്തിന് കേസെടുക്കാൻ പോയ പാർട്ടിയല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഇടതുപക്ഷമല്ല, തീവ്ര വലതുപക്ഷമാണ്. ഫാസിസ്റ്റ് നിലപാടാണ്. അതാണ് ചെയ്യേണ്ടത്. എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, ഇതര സംസ്ഥാന തൊഴിലാളി ആൾക്കൂട്ട കൊലയുണ്ടായി. നമ്മളെല്ലാം അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കുന്നൊരു സ്ഥിതിയാണ്. മലയാളികളാണ് അത് ചെയ്തത് എന്നതിൻ്റെ നാണക്കേട് നമുക്കുണ്ട്. എൻ്റെ ഉള്ളിലുണ്ട്, അപമാനം ഭാരം നിറയുന്നുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തോട് നമ്മൾ നീതി പുലർത്തണം. കുറ്റക്കാരായ ആളുകളെ കർശനമായ അവരെ ശിക്ഷിക്കണം. ആ കുടുംബത്തിന് ധനസഹായം നൽകണം. കുഞ്ഞു കുട്ടികളാണല്ലോ. കേരളമാണ് എന്ന് നമുക്ക് പറയാൻ നമുക്ക് അപമാനകരമായൊരു സംഭവമാണ് ഉണ്ടായത്. ഈ ഒരേ അടുത്തടുത്താണ് മധുവിൻ്റെ കൂട്ടക്കൊല ഉണ്ടായതിൻ്റെ സമീപത്താണ് ഇതുപോലൊരു കൂട്ടക്കൊല ഉണ്ടായിരിക്കുന്നത്. ഈ ആൾക്കൂട്ടങ്ങൾ തീരുമാനം എടുക്കാൻ പാടില്ല. ആൾക്കൂട്ടങ്ങൾ തീരുമാനം എടുക്കുന്നതിനായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കണം. ഗവൺമെൻറ് ശക്തമായ മെസ്സേജ് കൊടുക്കണം. ഇത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. ഇതാണ് എനിക്ക് പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.